അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഇന്ന് രാവിലെ തന്നെ പത്രം നോക്കിയപ്പോൾ കണ്ട ആ ഒരു വാർത്ത കേട്ടോ, ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ തന്നെ വല്ലാതെ അങ്ങോട്ട് വിഷമിപ്പിച്ചൊരു വാർത്തയായിരുന്നു. ഈ കാലത്ത് എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരുടെ കയ്യിലും ഫോണുകളുണ്ട്. പക്ഷേ അവരറിയാതെ പല ചതികളും അവരിലേക്ക് വന്നു ചേരുന്നത് അവരറിയുന്നില്ല. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും 14 വയസ്സുള്ള ഒരു പെൺകുട്ടി 21 വയസ്സുള്ള ഒരു യുവാവുമായി പരിചയപ്പെട്ട് അവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അതെ, അവർ സ്നാപ്ചാറ്റ്, അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. വാട്സപ്പ് തന്നെ വേണമെന്നില്ല. അങ്ങനെ പല ആപ്പുകൾ വഴിയും അങ്ങനെ ഇവർ സ്നാപ്ചാറ്റ് വഴിയാണ് അവർ ചാറ്റിംഗ് ഒക്കെ നടത്തുന്നത്. അതായത് 14 വയസ്സുള്ള കുട്ടി 21 വയസ്സുള്ള ആ ഒരു യുവാവുമായി ഇഷ്ടത്തിലാവുകയും അവർ തമ്മിൽ പരസ്പരം എല്ലാം ഷെയർ ചെയ്യുകയും അതിൽ ഫോട്ടോകൾ വരെ, അതും വേണ്ടാത്ത രീതിയിലുള്ള ഫോട്ടോകൾ വരെ ഷെയർ ചെയ്തു എന്നൊക്കെയാണ് ന്യൂസ് പേപ്പറിൽ കണ്ടത് കേട്ടോ. എന്തായാലും വല്ലാത്തൊരു, വായിച്ചപ്പോൾ തന്നെ നമ്മളെ പെൺകുട്ടികളെ ആൺകുട്ടികളെ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാലം തന്നെ. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നും കാര്യമില്ല. പടച്ച റബ്ബിൻ്റെ കാവലുണ്ടാകട്ടെ. എന്തായാലും 14 വയസ്സുള്ള ഈ ഒരു പെൺകുട്ടിയോടായി ഇവൻ ആവശ്യപ്പെടുകയാണ്, നിൻ്റെ മാല ഒന്ന് കാണട്ടെ ഞാനെന്ന്. മാല, എൻ്റെ പിതാവ് സ്വർണ്ണം ഉണ്ടാക്കുന്ന സ്വർണത്തിൻ്റെ ബിസിനസ്സുകാരനാണ്. ഏത് രീതിയിലുള്ള സ്വർണ്ണം എൻ്റെ പിതാവ് ഉണ്ടാക്കി തരും. അതുകൊണ്ട് നിൻ്റെ മാല ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിമിഷം തന്നെ ഇവൾ അവളുടെ മാലയുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ ഇവൻ പറഞ്ഞത്, ചെറുതല്ലേ, വേറെ മാലയൊന്നും ഇല്ലേ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് ഉമ്മയുടെ 5.5 പവൻ്റെ ആ മാലയാണ്. ഉമ്മയുടെ കഴുത്തിൽ വലിയൊരു മാലയുണ്ടല്ലോ, എന്തായാലും വേണ്ടില്ല, ആ മാലയുടെ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഇവൾ ആ മാല ഉമ്മയുടെ കയ്യിൽ, ഉമ്മൻ്റെ ആ മാല വാങ്ങിയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. ഇതാണ് വേണ്ടത്, എന്നാൽ നീ ഈ ഒരു മാലയുടെ മോഡലൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതായിട്ട് ഒരു മാല ആക്കി ഞാൻ നിനക്ക് സമ്മാനമായി തരാം. 21 വയസ്സുകാരൻ 14കാരിയോട് പറയാണ്. ഇവിടെ പേരൊന്നും ആരും വ്യക്തമാക്കുന്നില്ല കേട്ടോ. എല്ലാവരും ന്യൂസ് പേപ്പറിൽ വായിച്ച സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയാമെന്ന് മാത്രം. ഈ മാല ഞാൻ നിനക്ക് നല്ല പുതിയ മോഡലാക്കി ഒരു ഗിഫ്റ്റായിട്ട് നിനക്ക് തരാം. അത് കേട്ടപ്പോൾ ഇവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കാമുകനല്ലേ, എന്നൊരിക്കലും ചതിക്കൂലല്ലോ, വിവാഹ വാഗ്ദാനം വരെ ചെയ്തതാണല്ലോ, എന്നെ എന്തെങ്കിലും കല്യാണം കഴിക്കുമല്ലോ, എന്നെ ചതിക്കൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇവള് ആ മാല അവന് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ നിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് വരാം, ലൊക്കേഷൻ സ്നാപ്ചാറ്റ് വഴി തന്നെ അത് ലൊക്കേഷൻ വിട്ടുകൊടുത്ത് ആ ഭാഗത്തേക്ക് വന്നിട്ട് ജനൽ വഴി ഞാനത് വാങ്ങിക്കൊണ്ടുപോയിക്കോളാം, നീ വരണം, നീ അത് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഈ കുട്ടി ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ലൊക്കേഷൻ അനുസരിച്ച് ഇവനെത്തി. അതാ ജനൽ വഴി മാല കൈമാറി പോവുകയാണ്. അത് കിട്ടിയ ഉടനെ തന്നെ ഇവന് വളരെയധികം സ്പീഡിൽ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവളുടെ എല്ലാ ചാറ്റുകളും കാര്യങ്ങളും ക്ലിയർ ചാറ്റ് ചെയ്യുകയാണ്. അവളുമായുള്ള ബന്ധം തന്നെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ, ഏകദേശം 5 ലക്ഷത്തോളം വില വരുന്ന ഒരു സ്വർണ്ണമാലയല്ലേ കയ്യിൽ കിട്ടിയത്. ഇപ്പോഴത്തെ വില എത്രയാണ്? ഇതിപ്പോൾ സംഭവം നടന്നത് ജൂലൈ 5-നാണ് കേട്ടോ. രാത്രിയിൽ പെൺകുട്ടി മാതാവിൻ്റെ കയ്യിൽ നിന്ന് മാല കൈക്കലാക്കുകയും സ്നാപ്ചാറ്റ് വഴി അയച്ച ലൊക്കേഷൻ പ്രകാരം വീട്ടിലെത്തിയ യുവാവിന് ജനൽ വഴി മാല കൈമാറുകയും ചെയ്തു. അളവ് നോക്കി മാല തിരിച്ചു തരുമെന്ന് വിശ്വസിച്ച പെൺകുട്ടിയെ കബളിപ്പിച്ച് യുവാവ് മാലയുമായി കടന്നു കളഞ്ഞു. തുടർന്നാണ് സംഭവം കുട്ടി വീട്ടുകാരെ അറിയിക്കുന്നത്. തുടർന്ന് പെൺകുട്ടിയും വീട്ടുകാരും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. അതെ, പിന്നെ തൻ്റെ കാമുകനുമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല, മെസ്സേജ് അയക്കാനും കഴിയുന്നില്ല, ഒന്നുമില്ല, ഒക്കെ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് തന്നെ പറയാം. അവളുമായുള്ള ബന്ധമേ ഇല്ലാത്ത രീതിയിൽ. അങ്ങനെ കുട്ടിക്ക് മനസ്സിലായി, ചതിക്കപ്പെട്ടല്ലോ. അതെ, 5 പവൻ തൂക്കം വരുന്ന ഉമ്മയുടെ മാലയുമായി അവൻ കടന്നു കളഞ്ഞു. ഇത്രയ്ക്കും എന്നെ സ്നേഹിച്ചിരുന്ന ഇദ്ദേഹം ഇത്രക്കും ഒരു കള്ളനാണെന്ന് പിന്നീടാണ് അവൾ അറിയുന്നത്. അതും 21 വയസ്സുള്ളൊരു യുവാവാണ്. എന്തായാലും ചെറുപ്രായം തന്നെ. എന്തായാലും ക്യാഷ് കിട്ടുന്ന കാര്യമാകുമ്പോൾ ആരും ഒന്നും മടിക്കൂല, എന്തിനും അവർ തയ്യാറായിരിക്കും. അങ്ങനെ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതി ലഭിച്ചതോടെയാണ് വളാഞ്ചേരി പോലീസ് അന്വേഷണം നടത്തുന്നത്.
സ്നാപ്ചാറ്റ് ആപ്പിൻ്റെ അതോറിറ്റി വിദേശ രാജ്യത്ത് ആയതിനാലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്യാൻ കാലതാമസം ഉണ്ടായത്. അതെ, സ്നാപ്ചാറ്റിൻ്റെ ആ ഒരു ശരിക്ക് അത് വിദേശ രാജ്യത്തുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ടാണ് അല്പം, കാരണം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആയില്ലേ ഇത്, അതുകൊണ്ടാണ് അല്പം കാലതാമസം ഉണ്ടായത്. പക്ഷേ ഇങ്ങനെയുള്ള ആപ്പുകൾ വഴി എന്ത് പരിചയപ്പെട്ടാലും എന്തൊക്കെ തന്നെയാണെങ്കിലും അതൊക്കെ സൈബർ സെല്ല് വഴി നമുക്ക് കണ്ടെടുക്കാനൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ ആരൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പിടിക്കപ്പെടും. അങ്ങനെയുണ്ട്. എന്തായാലും യുവാവ് ഉപയോഗിച്ച ഫേക്ക് ID ഇയാളുടെ തന്നെയാണ് എന്ന് കൺഫർമേഷൻ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ലഭിച്ചത്. തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പല ഐഡികൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തന്നെ പല ഫേക്ക് ഐഡിയിൽ ആണുങ്ങൾ പെണ്ണായിട്ടും പെണ്ണുങ്ങൾ ആണായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് ചാറ്റ് ചെയ്യും. പല ആളുകൾ അതിൽ പെട്ടുപോകും. അങ്ങനെ എത്രയോ ഉണ്ട് അല്ലേ. അതൊക്കെ തിരിച്ചറിയണം നമ്മുടെ മക്കൾ. വലിയ ചതിയാണ് അതിൻ്റെ പിന്നിലൊക്കെ ഒളിഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം മാത്രമല്ല സ്വർണം തട്ടിയെടുത്തതിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സമാനമായ പരാതിയിൽ യുവാവിനെതിരെ കൽപ്പകഞ്ചേരി, തിരൂർ പോലീസ് സ്റ്റേഷനുകളിലും കേസ് നിലവിലുണ്ട്. അതെ, ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇതൊന്നും നമ്മളെ മക്കൾ അറിയുന്നില്ല. മക്കൾ നമ്മൾ ഇൻസ്റ്റയിലായാലും സ്നാപ്ചാറ്റിലായാലും ഒക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് കരുതിയിട്ട് എല്ലാം പങ്കുവെക്കും. എല്ലാം പങ്കുവെക്കും, ഫോട്ടോ പങ്കുവെക്കും. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആ ഒരു കാമുകൻ അറിയുമായിരിക്കും. കാരണം എന്താ, ഓരോന്നോരോന്ന് ചോദിച്ചറിഞ്ഞ് അങ്ങനെ എല്ലാം മനസ്സിലാക്കി പിന്നീടായിരിക്കും സ്വർണം വീട്ടിലുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലാഭമായി എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുക. അങ്ങനെ ഈ പെൺകുട്ടികൾ പറ്റിക്കപ്പെടുന്നു, ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റില്ല. അങ്ങനെ 14-കാരിക്ക് ഇപ്പോഴെങ്കിലും ബോധോദയം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി ഇങ്ങനെയുള്ള ചതികളിൽ പെടരുതല്ലോ. ഒരാളും ഇങ്ങനെയുള്ള ചതികളിൽ പെടാതിരിക്കുക. ഇന്നത്തെ എല്ലാ ന്യൂസ് പേപ്പറിലും ഒരുവിധം വാർത്തത് കണ്ടപ്പോഴേ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ നമ്മൾ വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും സ്നാപ്ചാറ്റ് ആയാലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ശ്രദ്ധ വേണം. എല്ലാം നമ്മൾ രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. ആ നിമിഷം ആ കുട്ടി അങ്ങനെ ചതിക്കപ്പെട്ടത് പറഞ്ഞത് കൊണ്ട് മാത്രം അവരെ പിടിക്കാനൊക്കെ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ പോകാൻ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ എല്ലാ പെൺമക്കളായാലും ആൺമക്കളായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പല രീതിയിലും ചാറ്റ് ചെയ്യാൻ വരും, ആണായിട്ട് വരും, പെണ്ണായിട്ട് അങ്ങനെയൊക്കെ വരും. പക്ഷേ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തട്ടിയെടുത്ത് രക്ഷപ്പെട്ടാൽ പിന്നെ നമുക്ക് എല്ലാം നഷ്ടമാകും. നമ്മുടെ ജീവിതം നഷ്ടമാകും. പിന്നെ ഒരു സംഭവമുണ്ട്, ഇതുപോലുള്ള ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് പറയാം. ഇവരെ നിർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. നീ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് എല്ലാവരും അത് കാണും. അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ നീ എനിക്കത് തരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ കുട്ടികൾ ഒന്നും അറിയാതെ പേടിച്ചിട്ട് അവർക്കൊന്നും തിരിച്ചു പറയാനുള്ളത്. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. കാരണം ഒരു രസത്തിന് ഫോട്ടോസൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടാവും. പക്ഷേ പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയന്ന് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ കുട്ടികളുണ്ട് അല്ലേ. പേടിച്ചിട്ട് നമ്മളവർക്ക് കീഴ്പ്പെടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. എല്ലാവർക്കും തിരിച്ചറിവ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കേൾക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ മക്കളാരും ചതിയിൽ പെടരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.